NEP അംഗീകരിക്കുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്. അങ്ങനെയുള്ളൊരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവരെ ആ നിലപാട് നിൽക്കണമെന്നില്ല. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത്. നമ്മളെ എല്ലാ തന്ത്രവും പരസ്യമാക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ അന്നും ഇന്നും CPIM എന്ന രീതിയിലായാലും CPI എന്ന രീതിയിലായാലും എല്ലാവരും PMC പദ്ധതി എന്നുള്ള ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. CPIക്കാർക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ, പിന്നെ CPIക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ആ വാർത്ത ശരിയായിരുന്നു, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, ഘടക പാർട്ടികളെയെല്ലാം അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാതെ ഇരുട്ടിലാഴ്ത്തിക്കൊണ്ടല്ല LDF എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകേണ്ടത്. LDFനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കേവലമായ അധികാരത്തിൻ്റെ ഒരു സംവിധാനമായിട്ടല്ല, 5 കൊല്ലമോ 10 കൊല്ലമോ 15 കൊല്ലമോ ഭരിക്കാനുള്ള ഒരു ഭരണത്തിൻ്റെ മാത്രമുള്ള ഉപാധിയായിട്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFനെ കാണുന്നത്. എന്തു CPI എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചതിന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തിരിച്ചു ചോദിക്കുന്നു, ഇതെന്തു സർക്കാർ, എന്ത് കൂട്ടുത്തരവാദിത്തമാണിത് എന്ന്. മന്ത്രിയുടെ വാക്കുകളെ, മന്ത്രിമാർ നിർദ്ദേശിക്കുന്ന വാക്കുകളുടെ നിലപാടുകളെ, ആ മന്ത്രിമാരാണ് വീക്ഷണങ്ങളെ, ആശയങ്ങളെ എല്ലാത്തിനെയും ഇതുപോലെ അവഗണിക്കാൻ ശ്രമിക്കുന്ന എന്ത് കൂട്ടുത്തരവാദിത്തമാണ്. ഈ വാർത്തയെല്ലാം കേട്ടപ്പോൾ എന്താണ് അതിൻ്റെ സത്യം ചോദിച്ചു. ഒരു മന്ത്രിക്കുള്ള അവകാശമാണ്. എന്താ സത്യം, എന്താണ് എന്താ സംഭവിക്കുന്നത്? ഒരാളും ഉത്തരം പറഞ്ഞില്ല. അതെന്ത് ഗവൺമെന്റാണ്? PM ശ്രീയുടെ ഭാഗമാകണമോ എന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. കുട്ടികളുടെ ഭാവി നിർമ്മാണത്തിന് കേന്ദ്ര ഫണ്ട് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന തീരുമാനം സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. ആരാണ് വേണ്ട എന്ന് പറഞ്ഞത്? പ്രതിപക്ഷമാണോ, മാധ്യമങ്ങളാണോ? ഞാൻ കേരള ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയം വ്യക്തമാക്കി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ NEP-യിൽ ഒപ്പുവയ്ക്കുന്നതിന് തുല്യമാണ്. PM-ശ്രീ മാറ്റി നിർത്തി ഇവിടെ തരാനുള്ള ഫണ്ട്, ആ ഫണ്ട് നൽകിയില്ല എങ്കിൽ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ ചോദ്യം ചെയ്യപ്പെടും, അവർ വഴിമുടക്കപ്പെടും. കേരളത്തിൽ വളരെ സ്വസ്ഥമായി വരിക്കാം എന്നവർ കരുതണ്ട. ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ന് വേണമെന്ന തീരുമാനമെടുക്കാൻ പുതിയ കാരണങ്ങളുണ്ടോ? ധാരണാപത്രം ഒപ്പുവെച്ചത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് എന്നാണ് LDF കൺവീനർ പറയുന്നത്. നന്നായി, ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ പിന്നെ സർക്കാരും മന്ത്രിയും ഒക്കെ അനാവശ്യമാണ്. ഇരുട്ടത്ത് നിർത്തി എന്നാണ് CPI പറയുന്നത്. നേരം വെളുത്ത് പത്രം വായിച്ചറിയണം മുന്നണിയിൽ നടക്കുന്നത് എന്താണ് എന്ന്. അയ്യോ, ഒരാളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കേൾക്കാം. ഈ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. NEP-യിൽ സംസ്ഥാനത്തിന് വേണ്ടതായ മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ വരുത്താമെന്ന് നോക്കിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. CPI-യെ അവഗണിക്കുന്ന ഒരു സമീപനം അഖിലേന്ത്യാ തലത്തിലോ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലോ ഉണ്ടാവുകയില്ല. അവർ ചർച്ച ചെയ്തൊരു അഭിപ്രായം രൂപീകരിച്ച് കഴിയുമ്പം അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അതോ അത് തന്നെ അംഗീകരിക്കാവുന്നതാണോ എന്ന് പിന്നെ CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് തീരുമാനിക്കാൻ കഴിയും. എന്ത് CPI എന്നാണ് ചോദിച്ചത് കേട്ടോ, എന്ത് ജനറൽ സെക്രട്ടറി എന്നല്ല. സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങളും CPIയുടെ വിയോജിപ്പുമാണ് ഈ ദിവസം ചർച്ചയാകുന്നതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കേന്ദ്രം നടത്തുന്ന അധിനിവേശവും തിണ്ണമിടുക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. PM-ശ്രീ NEP-ക്ക് തുല്യമാണെന്ന മുൻ നിലപാട് സർക്കാർ മാറ്റിയതോടെ പക്ഷേ PM-ശ്രീ മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ M പ്രകാശ് മാസ്റ്റർ CPM-ൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇടത് സഹയാത്രികൻ ഡോക്ടർ ജയരാജ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നു. ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? മാഷിക്ക് കേൾക്കാമോ? ഓക്കെ. ശ്രീ പ്രകാശ് മാസ്റ്റർ, എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് CPIക്ക് ഈ സർക്കാർ എന്താണ്, എന്ത് സർക്കാരാണിത്, എന്ത് കൂട്ടുത്തരവാദിത്തമാണ് ഈ സർക്കാരിനുള്ളത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്? സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ശ്രീ പ്രകാശ് മാസ്റ്റർ കേൾക്കാമോ? എന്റെ ചോദ്യം കേട്ടുവെങ്കിൽ അങ്ങ് മറുപടി പറയാമോ? കേൾക്കാം. ഇതില് എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്ത് എന്തെങ്കിലും വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ പരിഹരിക്കും. അതിന് എന്തെങ്കിലും നിലക്കുള്ള ഒരു വലിയ നിലക്കുള്ള ഉത്കണ്ഠ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥായിയായ സംവിധാനമാണ്. ഇത്തരം വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തും എന്നുള്ള കാര്യം ഇന്ന് MV ഗോവിന്ദമാഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടേണ്ടതിന്റെ കാര്യമുണ്ട് എന്ന് പറയേണ്ടതില്ല. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ ബിനോയ് വിശ്വം വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം അതിൽ ചോദിച്ച കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എന്ത് ഗവൺമെന്റ് ആണ്, എന്ത് കൂട്ടുത്തരവാദിത്തമാണുള്ളത് എന്നുള്ളത്. സ്വാഭാവികമായും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാന വാക്ക് എന്ന് പറയാൻ ഇത് കിങ് ജോങ് ഉന്നിന്റെ ഭരണകൂടം ഒന്നുമല്ലല്ലോ. ഇതില് കിങ് ജോങ് എന്ന് ഭരണകൂടം സംബന്ധിച്ചിടത്തോളം കാര്യം പറയാൻ സമയമില്ലാത്തതോട് ഞാനത് പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യത്യസ്ത പാർട്ടികളുടെ ഒരു സങ്കേതമാണ്. ആ വ്യത്യസ്ത പാർട്ടികൾക്ക് ചില വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അവര് പല കാര്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാറുണ്ട്. അതൊന്നും കൊണ്ട് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടായി കൂടി പോകുന്നു എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടി CPI ആണ്. തീർച്ചയായിട്ടും അത്തരം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ജനാധിപത്യങ്ങളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതവർ പരിഹരിക്കാൻ കഴിയും. ഇപ്പോഴത്തെ പ്രസ്താവന മാത്രം വെച്ച് എന്തോ ഒരു മഹാകാര്യം എന്നതിന് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവും അതിനകത്തില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള കഴിവും പ്രാപ്തിയും സംവിധാനവും ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് ഈ കേരളത്തിലെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, സംവിധാനം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആ സംവിധാനമാണ് LDF എന്നാണ് ഇന്നും CPI വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. അസ്വാഭാവികമായ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഹേസ്റ്റ് ഉണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെയാണ് നടന്നത്. അറിയാനുള്ള അവകാശം CPIക്കുണ്ട്. CPIക്ക് അത് അറിയാനുള്ള വേദി, ഞാൻ അദ്ദേഹം പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് കേട്ടോ ആവർത്തിക്കുന്നത്. അറിയാനുള്ള അവകാശമുണ്ട്. LDF അതിനുള്ള വേദിയാണ്. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അങ്ങ് പറഞ്ഞ സംവിധാനം LDF-നുണ്ട്. ആ സംവിധാനം പക്ഷെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന പരാതി പാർട്ടി വേദിയിലല്ല CPIയുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. അതുകൊണ്ടാണ് സാർ ചോദിക്കുന്നത്. അതിന്റെ മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടക്കേണ്ട ചർച്ചയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വന്നത്? അത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം കാര്യങ്ങളിൽ CPIയുടെ അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളെന്ന് CPI പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഉത്കണ്ഠയുടേതായിട്ട് ആവശ്യമില്ല. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ യുക്തമായി എടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം CPM-ന്റെ സംസ്ഥാനങ്ങൾക്കെതിരെ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ പരാതി ഒന്നും പറഞ്ഞത് പക്ഷെ മാധ്യമങ്ങളല്ല, പ്രതിപക്ഷവുമല്ല. ഇപ്പൊ അങ്ങ് പറയുന്നു അതിന് സംവിധാനമുണ്ട്. പക്ഷെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു സംവിധാനം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. അങ്ങ് പറയുന്നു അതിൽ ചർച്ച നടക്കും. ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് പറയുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി. ഇനി ഈ ചർച്ചകളൊക്കെ എന്തിനെക്കുറിച്ചാണ് നടക്കുന്നത്? PM-ശ്രീ പദ്ധതി അംഗീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അത് അംഗീകരിച്ച് കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം നടന്നതിന് ശേഷം അതെങ്ങനെ നടത്താമെന്ന് ചർച്ച ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതിലൊരു അത് നമുക്ക് മനസ്സിലാവുമോ? അതിലൊരു കോമൺ സെൻസിന് നിരക്കാത്ത കാര്യമില്ലേ? ഇതില് CPI സംബന്ധിച്ചായാലും CPM-നെ സംബന്ധിച്ചായാലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ NEP പദ്ധതിയോട് കടുത്ത വിയോജിപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. അതിന്റെ ഉള്ളടക്കത്തിൽ, അത് കൈകാര്യം ചെയ്യുന്നതിൽ, അത് അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് തെറ്റായ നയങ്ങളിൽ, അശാസ്ത്രീയമായ ചിന്തകളിൽ, ചരിത്രത്തെ വിഗണിക്കുന്നതിൽ, അതിലെല്ലാം അഭിപ്രായം ചേർക്കുന്ന CPIക്കും CPM-നും ഉണ്ട്. എന്നാൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ഈ പറയുന്ന കേന്ദ്ര പദ്ധതികളൊക്കെ കേന്ദ്രം നടപ്പിലാക്കാൻ, ആ പദ്ധതികളെല്ലാം ചില നിബന്ധനകൾക്ക് അടിച്ചേൽപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരം നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട്. CPM-നോട് CPI-ക്കുണ്ട്. എന്നാൽ അത്തരം പദ്ധതികൾക്ക് കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ 84 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, 17 പദ്ധതികൾ ഈ പറഞ്ഞ PM-ന്റെ പേരിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ്. പിന്നെ ഈ NEP-യുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയും ഇവിടെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ PM ഉഷ പദ്ധതി
ഈ ഉഷ പദ്ധതി 2023 മുതൽ കേരളം നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതി പറയുന്ന NEP-യുടെ ഭാഗമാണ്. അവിടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യുകയല്ല കേരളം ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്താതെ കേന്ദ്രത്തിന്റെ പൊതുവായ നിബന്ധനകൾക്ക് അകത്ത് വന്നുകൊണ്ട് കേരളത്തിന്റെ കാര്യങ്ങളെ കൃത്യമായ തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഈ NEP അംഗീകരിക്കുമോ? NEP അംഗീകരിക്കുമോ? അല്ല, അതിന് കൃത്യമായ നിലയ്ക്ക് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്ത് ഈ പദ്ധതി അംഗീകരിക്കാതെ പോകാൻ കഴിയില്ല. കാരണം അത് കേരളത്തിന് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വളരെ വലുതാണ്. ഈ കഴിഞ്ഞ 3 കൊല്ലക്കാലം കൊണ്ട് ഞാൻ PMCയുടെ കാര്യമല്ല പറയുന്നത്, NEP അംഗീകരിക്കുമോ എന്നാണ് ചോദിച്ചത്. NEP-യോടുള്ള വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. NEP-യുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞത്. ഇപ്പൊ യഥാർത്ഥ PMC എന്തിനാണ് കൊണ്ടുവരുന്നത്? അത് കൊണ്ടുവരുന്നത് NEP നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. PM ഉഷാന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. NEP നടപ്പിലാക്കിയുള്ള പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളിൽ കേന്ദ്രം നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേപോലെ നടപ്പിലാക്കാനല്ല. ശരി. അല്ല, ഇന്നിപ്പോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കാണിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. NEP അംഗീകരിക്കില്ല എന്നുള്ളതാണ് നിലപാട്. പക്ഷേ ലോകാവസാനം വരെ അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ഇത് NEP അംഗീകരിക്കലല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് എന്നുള്ളതാണ്. അതായത് ലോകാവസാനം വരെ മാറ്റമില്ലാത്തതൊന്നും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരികയാണ്. അടുത്ത ശങ്കുട്ടിദാസ്, NEP അല്ലെങ്കിൽ PM ശ്രീ ഇതൊക്കെ അംഗീകരിക്കും. അതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം അത് മാനദണ്ഡങ്ങളോ അതിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധനകളോ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിന്റെ എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ നിബന്ധനകളും ഞങ്ങൾ അംഗീകരിച്ചുകൊള്ളാം എന്നാണല്ലോ ഒപ്പുവെക്കുന്നത്. ധാരണാപത്രം ഒപ്പുവെക്കാറ് സാധാരണ, പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം NEP-യോട് പൂർണ്ണമായി യോജിക്കുന്നു എന്ന മട്ടിൽ തന്നെയാണ്. വൈകിയെങ്കിലും CPM അവരുടെ തെറ്റ് തിരിച്ചറിയുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്തു എന്നത് വളരെ ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കേരള സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ട്വീറ്റും ചെയ്തിട്ടുണ്ട്. ABVP ആണ് ഈ വിഷയത്തിൽ സമരം നടത്തിയിരുന്നത്. കേരളത്തിൽ PM ശ്രീ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ സമരം നടത്തിയിരുന്നതും സെക്രട്ടേറിയറ്റ് വിരോധം നടത്തിയിരുന്നതും വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്ന ഗുണപരമായിട്ടുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും മെച്ചപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവാനും ആവശ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ്. കേവലം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു നല്ല പദ്ധതി സ്വീകരിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തിയിരുന്നത് ABVP മാത്രമാണ്. അങ്ങനെ ഇരിക്കെ ഒടുവിൽ സർക്കാർ ആ പദ്ധതി സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ അത് ABVP-യുടെ ധാർമ്മികമായിട്ടുള്ള വിജയം. പ്രാഥമികമായ സംശയം അടുത്ത ശങ്കുട്ടിദാസ് ഇതാണ്. ഈ പരിപാടി NEP അടക്കമുള്ള PMC അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിചാരിച്ച രീതിയിൽ നടപ്പിലാകില്ല എന്നുള്ളതാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത്. അങ്ങനെ നടപ്പിലാക്കാൻ, അതായത് ഒരു കേരള മോഡൽ, ഒരു NEP, ഒരു PMC നടപ്പിലാവൂ? അല്ല, നോക്കൂ, ഈ NEP-യുമായി ബന്ധപ്പെട്ട പ്രോജക്ട് ഡോക്യുമെന്റിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ കരിക്കുലം ഫിക്സിങ്ങിന്റെ കാര്യമാണെങ്കിൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. NCERT മോഡൽ അനുസരിച്ച് ആസ് ഫാർ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. സോ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഡിസൈഡിങ് ദ കരിക്കുലം റെസ്റ്റ് വിത്ത് ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് പൂർണ്ണമായി കടന്നു കയറുക എന്നൊരു താല്പര്യം കേന്ദ്ര സർക്കാരിനില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള ഐറ്റം ആയിരിക്കുമ്പോഴും അതിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ ഇടപെടാനുള്ള അവകാശമുള്ളപ്പോഴും ഈ കരിക്കുലം ഫിക്സിംഗ്, പെഡഗോഗി നിശ്ചയിക്കൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളാണ് നിർവഹിച്ചു വരുന്നത്. ഇവിടെ ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് കൊടുത്തിട്ട് ആസ് ഫാർ ആസ് പോസിബിൾ, സാധ്യമാവുന്നിടത്തോളം ഈ ബ്രോഡ് ഫ്രെയിംവർക്ക് പാലിക്കണമെന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ കരിക്കുലം ഫിക്സിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരം NEP എടുത്തു കളയുന്നില്ല. ഇതെല്ലാം NEP-യെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും ഇത് കേന്ദ്ര സർക്കാരിന് എന്തോ അധിനിവേശ ശ്രമമാണ് എന്നൊക്കെ വരുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ഇന്നിപ്പോൾ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയാണ്, ഇനി പറ എന്താണ് NEP-ക്ക് കുഴപ്പം? അദ്ദേഹം ചോദിക്കട്ടെ, നിങ്ങൾ പറ എന്താണ് NEP-ക്ക് കുഴപ്പം? അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു, ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ ഇത്രയും കാലം അതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നയം മാറ്റി. വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ ആ നയം മാറ്റി എന്നാണ് പറഞ്ഞത്. അതായത് NEP-ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ന വാദം ഇന്ന് നിലനിൽക്കുന്നില്ല. ആ NEP ഒരു നല്ല നയമാണെന്നും അത് ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള പുതിയ ലോകത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയാണെന്നും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ കേരളം പോലൊരു പുരോഗമന സംസ്ഥാനത്തിന് സാധിക്കില്ലെന്നും വൈകിയെങ്കിലും ഇടതുപക്ഷ സർക്കാർ തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ 14,500 സ്കൂളുകളെ 27,000 കോടി രൂപ മുതൽ മുടക്കിൽ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുന്ന ആ ഒരു നല്ല പദ്ധതിയെ സ്വീകരിക്കാൻ വൈകിയെങ്കിലും കേരള സർക്കാർ തയ്യാറാവുകയും ചെയ്യുന്നു. അത് സർക്കാരിൻ്റെ തീരുമാനമാണ്. ആ മുന്നണിയുടെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരാളുകൾ ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വളരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് സർക്കാരിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഈ പറയുന്ന ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്, CPM അല്ല. ശരി, അടുത്ത സന്ദീപ് വാര്യർ, ഇപ്പോ പ്രതിപക്ഷം കോൺഗ്രസോ BJP-യോ ഒക്കെ പറയാണ് സർക്കാരിന് കൂട്ടുത്തരവാദിത്തമില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് ഒരു മുന്നണിക്ക്, ആ മുന്നണി നയിക്കുന്ന സർക്കാരിനെ നേരിടാൻ കഴിയും.
ഇത് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുകയാണ് ഇതെന്ത് ഗവൺമെന്റ് ആണ്, ഇതിനെന്ത് കൂട്ടുത്തരവാദിത്തമാണ് ഉള്ളത് എന്നുള്ളത്. ഒരു സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം നഷ്ടമായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ, നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സാധാരണ രാഷ്ട്രീയത്തിൽ കീഴ്വഴക്കമുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഈ കാര്യങ്ങളൊക്കെ 2022 സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത്. 2025 ഈ മാസം ഈ ദിവസം വരെയും മാറ്റാത്ത, അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള നയത്തിൽ എന്ത് മാറ്റം വന്നു? കേന്ദ്ര സർക്കാരിന്റെ നയത്തിലോ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിലോ എന്തെങ്കിലും മാറ്റം വന്നുവോ? മാധു, ഇതില് പ്രകാശൻ മാസ്റ്റർ വിശദീകരണം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്കമുള്ള ശേഷി മുന്നണിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മുന്നണിക്കകത്തെ പ്രശ്നമല്ലല്ലോ ഇത്. മുന്നണിക്കകത്ത് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലെ സീറ്റ് വിഭജനം സംബന്ധിച്ചാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചോ? ഇവിടെ വിഷയം എന്താ? ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് മന്ത്രിസഭയ്ക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 75(3) അനുസരിച്ച് അതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന സമയത്ത് മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPIയുടെ മന്ത്രി രാജൻ ഇത് സംബന്ധിച്ച ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് കേട്ട ഭാവം പോലും മന്ത്രിസഭയിൽ ആരും നടിച്ചില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, CPI മന്ത്രിമാരെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി ഈ ഇത് ഒപ്പിടുന്ന പരിപാടിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയി, വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോയി. മുന്നണിക്കകത്ത് ഇത് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞതാരാ? ബിനോയ് വിശ്വം തന്നെ പറയുന്നു, CPI പറയുന്നു ഇത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് മന്ത്രിമാർ പറയുന്നു. അപ്പൊ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നാരാ പറഞ്ഞത്? ബിനോയ് വിശ്വമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട എന്താണ്? ഭരണഘടനാനുസൃതമായ ഒരു മന്ത്രിസഭ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരും മന്ത്രിസഭാംഗങ്ങളും പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാണ് CPI തുടരുന്നത്? സ്വാഭാവികമായിട്ടും രാജിവെച്ച് പുറത്തു പോരുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. അത് CPI നിർവഹിക്കുമോ, അതോ അധികാരം എന്ന അപ്പകഷ്ണത്തിന് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് തങ്ങളുടെ പാർട്ടിയുടെ അഭിമാനവും അസ്തിത്വവും AKG സെന്ററിൽ കൊണ്ടുപോയി പണയം വെക്കാൻ തന്നെയാണോ ബിനോയ് വിശ്വം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഈ ചർച്ചയിൽ CPIയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത്. ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ, മാധു ചോദിച്ചതുപോലെ, ഈ പ്രകാശൻ മാസ്റ്റർ വിശദീകരിക്കുന്നത് പോലെ എന്ത് മാറ്റമാണ് ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി സവിശേഷമായ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ അടിസ്ഥാന ആശയങ്ങളും അംഗീകരിച്ചു കൊള്ളാം എന്ന് തുല്യം ചാർത്തിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് പോന്നിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒപ്പിട്ടിട്ടുള്ള കരാർ, ധാരണാപത്രം, ആ കരാറിൽ എങ്ങനെയാണ് കേരളത്തിന് മാത്രമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ? കൺവീനർ പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവെച്ചത്, വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. LDFന്റെ കൺവീനർ അത് അറിയണമെങ്കിൽ സ്വാഭാവികമായും LDFൽ ചർച്ചയാകണം. LDFൽ ചർച്ചയായാലേ അദ്ദേഹം അത് അറിയുകയുള്ളൂ. CPIക്ക് അറിയില്ല, LDFന്റെ കൺവീനർക്ക് അറിയില്ല, രാഷ്ട്രീയമായ ആർക്കും അറിയില്ല. ഇനി പോകട്ടെ, ആ ഉത്തരവ് ഇന്നിപ്പോ ബിനോയ് വിശ്വം പറയണോ, ഒരു ഉദ്യോഗസ്ഥ ഡൽഹിയിൽ എത്തുന്നു, എന്നിട്ട് ഒപ്പുവെക്കുന്നു. ആ കരാറിൽ ഒപ്പുവെച്ചത് ഉദ്യോഗസ്ഥരാണ്, കരാറിൽ ഒപ്പുവെച്ചത് LDFന് അറിയില്ല എന്ന് പറയുന്ന LDF കൺവീനറാണ്. നോക്കൂ, ഇവിടെ മാധു വളരെ രസകരമായിട്ടുള്ള ചില വാദമുകൾ ഇപ്പോൾ മാധു സൂചിപ്പിച്ചു തന്നെ, ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഇതിന്റെ പാപഭാരം ഏൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഗവൺമെന്റിന്റെ പോളിസിയാണല്ലോ, അത് ഒരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്ററിൽ ഡിസിഷൻ എടുക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചേർന്നിട്ടാണ് ഇത്തരം പോളിസി മാറ്ററുകൾ തീരുമാനം എടുക്കുന്നത്. അപ്പം നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ സർക്കാർ അറിയാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വന്തമായി എയർ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോയി അവിടുത്തെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ചോറ് കഴിക്കുന്ന മലയാളിക്ക്, അന്നം കഴിക്കുന്ന മലയാളിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ആരെ പറ്റിക്കാനാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ ഇന്ന് നോക്കൂ, ഇന്നിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? വിദ്യാഭ്യാസ മന്ത്രിയോട് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ച് ചോദിച്ചു ഈ NEP-യുമായി ബന്ധപ്പെട്ട നിലപാടെന്താണ്. ഞാനൊക്കെ കരുതുന്നത് CPM-ന്റെ ഈ പാർട്ടി കോൺഗ്രസുകളിലൊക്കെ എടുക്കുന്ന പ്രമേയങ്ങൾ അവർ അങ്ങനെയാണല്ലോ. ഇപ്പൊ അന്താരാഷ്ട്ര തലം മുതൽ ഇങ്ങനെ ഈ പ്രാദേശിക തലം വരെയുള്ള വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ചയൊക്കെ നടത്തി അതിലൊക്കെ തീരുമാനം എടുക്കുന്ന ഒരു വലിയ സംവിധാനമാണ് CPM-ന്റെ എന്നൊക്കെയാണ് അവർ പറയാറുള്ളത്. ഞാൻ കരുതിയത് അവർ ഈ മധുര പാർട്ടി കോൺഗ്രസിലൊക്കെ എടുക്കുന്ന തീരുമാനം അതിനൊക്കെ വലിയ സാങ്ക്ടിറ്റി അവർ കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതിയത്, പവിത്രത കൽപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എന്താ സംഭവിച്ചത്? മധുര പാർട്ടി കോൺഗ്രസിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഇപ്പുറം
CPM-ന്റെ നേതാവായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി എന്താ പറയുന്നത്? വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഞങ്ങളെ നിലപാട് മാറിയെന്ന. അപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാത്രം നിലപാടല്ലല്ലോ മാറിയത്, CPM-ന്റെ നിലപാട് മാറിയത് കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് മാറിയിട്ടുള്ളത്. അപ്പൊ മധുര പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുള്ള പ്രമേയത്തിന്, പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിന്, ആ പ്രമേയം അച്ചടിച്ച കീറക്കടലാസിന്റെ വില പോലും കൊടുക്കാത്ത CPM അവരുടെ പാർട്ടി കോൺഗ്രസിനെ പോലും അപമാനിച്ചിരിക്കുന്നു, അതിലെ പ്രതിനിധികളെ പോലും അപമാനിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രമേയം അവതരിപ്പിച്ചത്? എന്തിനാണ് നിങ്ങളുടെ മുന്നണി ഇത്തരത്തിലുള്ള വലിയ വിദണ്ഡ വാദങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ പാർട്ടി എന്തിനാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ ഇങ്ങനെ പറഞ്ഞത്? ഇത് ആദ്യമാണോ മാധു? നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമങ്ങൾ, ഈ നിയമങ്ങളൊന്നും ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഈ വാചകം അടിച്ചുകൊണ്ട്, വീരവാദം അടിച്ചുകൊണ്ട് ഈ സാധാരണ അന്തംഗമ്മി സഖാക്കളുടെ കയ്യടി നേടാനുള്ള വീരസ്യം പറച്ചിലപ്പുറം മോദി സർക്കാർ കൊണ്ടുവന്ന ഏത് കാര്യം ഇവർ നടപ്പാക്കാതിരുന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, UAP അമെന്റ്മെന്റ് നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് വായിലേക്കിട്ട് മുമ്പ് 2 സഖാക്കളെ കോഴിക്കോട് അറസ്റ്റ് ചെയ്തില്ലേ? അതേ അമെന്റ്മെന്റിന്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യത്തെ അറസ്റ്റ് ആലോചിക്കണം. മലനും താഹയും UAP അമെന്റ്മെന്റ്. CPI തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള മാവോയിസ്റ്റ് വേട്ട, ആ മാവോയിസ്റ്റ് വേട്ടയിൽ CPIയുടെ എതിർപ്പ് വകവയ്ക്കാതെ കഴിഞ്ഞ ദിവസം അമിത്ഷായെ പോയി കണ്ടിട്ട് എന്താ പിന്നെ പിണറായി വിജയൻ പറഞ്ഞത്? ഞങ്ങൾക്ക് കുറച്ചുകൂടി ഫണ്ട് തരണം പോലീസ് നവീകരണത്തിന്, ആ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കുറച്ചുകൂടി തരണം. ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് തരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കൂടുതൽ ശവങ്ങൾ കാണിക്കണം, കൂടുതൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലണം. അപ്പൊ CPIയുടെ തീരുമാനത്തെ പോലും, CPIയുടെ അഭിപ്രായത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് അമിത്ഷായുടെ, നരേന്ദ്രമോദിയുടെ ഒക്കെ പാതാരവിന്ദങ്ങളിൽ പോയി തൊഴുത് കിട്ടുന്ന പണം വാങ്ങിയെടുക്കാനുള്ള നാണംകെട്ട നിലയിലേക്ക് കേരളത്തെ ലജ്ജിപ്പിക്കുന്നത്. ശരി, ഞാൻ ശ്രീ സന്ദീപ് അങ്ങിലേക്ക് വരാം. അതിനു മുമ്പ് ഡോക്ടർ ജയരാജ്, ഞാൻ അങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് 2 പ്രതികരണങ്ങൾ കാണാം. ഒന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നടത്തിയ 2 പ്രതികരണങ്ങളാണ്. അദ്ദേഹം CPI-യുമായി ബന്ധപ്പെട്ട് എന്ത് CPI എന്ന മാധ്യമങ്ങൾ ചോദിച്ചതിനെ കുറിച്ച് ഇന്നൊരു ന്യായീകരണം പറയുന്നുണ്ടായിരുന്നു, എന്ന മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ കുറിച്ച്. ആ പ്രതികരണം ഒന്ന് കാണാം. അതിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞില്ല, തീരുമാനം വരുമ്പോൾ അത് പറയാം. മാറ്റം എന്തായാലും ഉണ്ടാവും. അതെ, നേരത്തെ ഈ ശ്രീധരൻ കൊടുത്തൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു മാർച്ചിൽ, അതൊന്നും തീരുമാനിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതെ. എന്തായാലും നിലവിലുള്ള കൊടുത്ത പദ്ധതിയിനകത്ത് ശരി ശരി സർക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു. ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ട്, അത് അങ്ങനെയാണല്ലോ നമ്മളെ ഈ മൈക്കെല്ലാം മൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ തടയുന്നത്. അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് CPI എന്നെല്ലാം. ഞാൻ പറയുന്നത് CPI, ഞാനങ്ങ് പോവുകയും ചെയ്തു. അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത്? നിങ്ങളല്ല എങ്ങനെയാ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുക? എന്തെങ്കിലും പറയാൻ മിണ്ടാൻ പറ്റുമോ? ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, ഈ PM ശ്രീയെ കുറിച്ച് CPI വലിയ എതിർപ്പ് ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നൊരൊറ്റ ചോദ്യം മാത്രം വളരെ സ്ട്രെയിറ്റ് ആയി ആർക്ക് വേണമെങ്കിലും കേൾക്കാവുന്നത്ര വ്യക്തമായി മാത്രമാണ് അവിടെ ഉണ്ടായത്. മറ്റൊന്ന്, മാഷ് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് മാധ്യമങ്ങൾ CPI എന്ന് ചോദിക്കുകയല്ല. മാഷ് മറ്റു വിഷയങ്ങളിൽ ചെറുതായിട്ടാണെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. അതിനുശേഷം NEP-യുമായി ബന്ധപ്പെട്ട ചോദ്യം PM ശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയരുന്നു. അതിനിടയിലൂടെ കടന്നു പോകുന്നു. ആരും അവിടെ മൈക്കൊന്നും വെച്ച് തടഞ്ഞിട്ടും ഒന്നുമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ CPI എന്ന് പറഞ്ഞ് ഈ മൈക്കൊക്കെ വെച്ചാണല്ലോ തടയുന്നത്. അതിനിടയിൽ CPI എന്ന് മാത്രം കേട്ടപ്പോൾ എന്ത് CPI എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ മാഷ് ചോദിച്ച അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുക? കണ്ണിന് മുന്നിൽ കണ്ട കാര്യങ്ങൾ പിറ്റേ ദിവസം നേരെ തിരിച്ചു പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ശ്രീ ജയരാജ്. ഇതിനകത്ത് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനകത്ത് കേരളം ഒരു അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയിലൂടെ കുറച്ച് നാളായിട്ട് കടന്നു പോവുകയാണ്. ഇത് PM കെയർ പദ്ധതിയിൽ നമ്മൾ പണം, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ നമുക്ക് പണം അനുവദിച്ചു കഴിയുന്നത് അതിൻ്റെ മാത്രം വിഷയമല്ല. ഇതേതോ 2 കോടിയോ 3 കോടിയോ കണ്ടുള്ള വർഷം കിട്ടുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ചർച്ചയിലും ശങ്കുട്ടി ദാസറൊക്കെ കണക്ക് അവതരിപ്പിച്ചത്. അങ്ങനെ 369 സ്കൂളുകൾ ദത്തെടുത്തിട്ട് അങ്ങനെ മേടിച്ചിട്ടുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. അതല്ല ഇവിടെ വിഷയം. SSAക്ക് കിട്ടാനുള്ള 1400 കോടി രൂപയോളം പൈസ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കാരണത്തിൽ. അതാണ് ഞാൻ പറഞ്ഞ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടാനുള്ള ന്യായമായി ആരുടെയും പോയി മുട്ടിലഴഞ്ഞോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞ കണക്കോല അങ്ങനെ കാലിൽ വീണോ മേടിക്കേണ്ടത് പണമല്ല. നമുക്ക് അവകാശപ്പെട്ട പണമാണ്. നമുക്ക് അവകാശപ്പെട്ട പണം നമ്മൾ നല്ല മാർഗങ്ങളിലൂടെ നമ്മൾ ചോദിച്ച് വാങ്ങിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് അവരുടെ അടുത്ത് ബെഗ് ചെയ്യേണ്ടുന്ന യാതൊരു കാര്യമില്ല.
അവിടെ ചെന്ന് ഇരക്കണ്ടെന്ന ഒരു കാര്യമില്ല. നമുക്ക് ന്യായമായ അവകാശപ്പെട്ടതാണ്. അത് വളരെ ശരിയാണ് ഡോക്ടർ ജയരാജ്. ഇപ്പോ നേരത്തെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ച ഈ നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ പ്രതികരണം, അതിനകത്ത് PS സഞ്ജീവ് ഇങ്ങനെ അങ്ങ് പറഞ്ഞതുപോലെ ദൈന്യതയോടെ ഇരക്കുകയോ യാചിക്കുകയോ ഒന്നും ചെയ്യുമെന്നല്ല പറയുന്നത്. PM ശ്രീ നടപ്പിലാക്കാതെ ഫണ്ട് തടഞ്ഞു വെച്ചാൽ കേന്ദ്രമന്ത്രിമാർ ഇതിലെ നാട്ടിലിറങ്ങി നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഇരക്കുക യാചിക്കുക ഒന്നുമല്ല. PM ശ്രീ നടപ്പിലാക്കാതെ നമ്മുടെ ഫണ്ട് തടഞ്ഞു വെച്ചാൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കും, പ്രതിരോധിക്കും, ഉപരോധിക്കും എന്ന് പറഞ്ഞ SFIയും CPM-ഉം ഒക്കെ ആ നിലപാട് മാറ്റിയത് എങ്ങനെയാണ്? പിന്നെ ഞാൻ ചോദിച്ച കാര്യത്തിൽ അങ്ങ് മറുപടി പറഞ്ഞില്ല കേട്ടോ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്നോട് ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയണമെങ്കിൽ അത് ഗോവിന്ദ മാഷിന്റെ വിഷയമാണ്. ഗോവിന്ദ മാഷൻ പറയേണ്ടത് മറുപടിയാണ്. ഞാനല്ല ഗോവിന്ദ മാഷിന് വേണ്ടി മറുപടി പറയേണ്ടത്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. രണ്ടാമത് ഈ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഈ പൈസ നമുക്ക് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ്. കേരളത്തിന്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷനാണ്. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ കേരള മോഡലൊക്കെ കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും അത് നമ്മൾ നേടിയെടുത്തേ മതിയാവും. ഇനി NEPക്കകത്ത് ഒളിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങളായിട്ടുള്ള SC ST, അതുപോലെ തന്നെ മറ്റ് പരിമിതമായിട്ടുള്ള അംഗപരിമിതരായിട്ടുള്ള മറ്റ് കാഴ്ച പരിമിതിയുള്ളവർ, കേൾവി പരിമിതിയുള്ളവരൊക്കെ ഓപ്പൺ സ്കൂളിൽ പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരുടെ എല്ലാ വിദ്യാഭ്യാസ രീതികൾ അവിടെ വിദ്യാഭ്യാസം അവിടെ തടസ്സപ്പെടുകയാണ്. അവിടെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഓൾ ഇൻക്ലൂസീവ് പോളിസിയാണല്ലോ എഡ്യൂക്കേഷനകത്ത് നമ്മൾ എടുക്കുന്നത്. സ്പെഷ്യൽ സ്കൂളുകൾ എന്നുള്ളൊരു കോൺസെപ്റ്റേ വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. നോ ചൈൽഡ് ക്യാൻ ബി ലെഫ്റ്റ് അലോൺ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ഇത്തരത്തിലുള്ളൊരു ആഭാസം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആഭാസം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഒരിക്കലും പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളും അതിനെ എതിർക്കും എന്ന് തടയിടാൻ ശ്രമിച്ചത് ആരാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത് അങ്ങ് പറയുന്ന ഇത്തരം ആഭാസങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന NEP പോളിസി അംഗീകരിക്കില്ലെന്നാണ് പറഞ്ഞത്. അതാ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എന്താണ്? NEP അംഗീകരിക്കില്ലെന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ ഭൂമി അവസാനിക്കുന്നത് വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്. അതായത് നാളെ ഈ ആഭാസം എഴുതി വെച്ചിരിക്കുന്ന NEP ഇടത് സർക്കാർ അംഗീകരിക്കും. നമ്മൾ കേരളത്തിലൊരു കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചെരുപ്പിനെ ഒപ്പിച്ച് ഒരിക്കലും നമ്മൾ കാല് മുറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളുടെ കാലിനെ ഒപ്പിച്ച് നമ്മൾ തുകൽ മുറിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ കാല് മുറിക്കുന്ന പരിപാടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകത്തില്ല. കേരളത്തിൽ അഥവാ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചായിരിക്കും. അതിനകത്ത് ഫെഡറൽ സംവിധാനത്തിന് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് ഒരു പരിധിവരെയൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ മാറി നിന്നു. 2023 തൊട്ട് നമ്മൾ ഇതിനകത്ത് മാറി നിൽക്കുകയായിരുന്നു. ഒരുപാട് സമ്മർദ്ദങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കി, വിശദമായി അതിനെക്കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ ചർച്ചയിൽ മാധവ് എന്നോട് ചോദിച്ചതുപോലെ എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന്. ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണപരമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് കേരളത്തിന് അടിസ്ഥാനപരമായിട്ട് അങ്ങനെയാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷന്റെ പോളിസി ഉണ്ടാക്കിയത്. വിദ്യാഭ്യാസ വിദഗ്ധർ മുഖ്യമായി ചർച്ച നടത്തി, പക്ഷേ ക്യാബിനറ്റിൽ മാത്രം ചർച്ച നടത്തിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കൗതുകകരമായ കാര്യം. പിന്നെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ചെരുപ്പ് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷമല്ല അളവ് നോക്കുക എന്നുള്ളതാണ് നാട്ടു നടപ്പ്. വേണം ശ്രീ പ്രകാശ് മാസ്റ്റർ, അങ്ങേക്ക് കേൾക്കാമോ? ഓക്കെ, ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ കാര്യത്തിൽ ഇപ്പോൾ അങ്ങ് പറയുന്നു നമ്മൾ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അങ്ങയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പറയുന്നു ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. പക്ഷേ സംസ്ഥാനത്ത് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ച മാധ്യമങ്ങളോടടക്കം പറഞ്ഞത് CPIയുടെ സംസ്ഥാന നേതൃത്വം തന്നെയാണ്. CPMന്റെ ഒരു വല്യേട്ടൻ മനോഭാവം എന്നുള്ളത്, ഇപ്പം കേന്ദ്ര സർക്കാരിന് വല്യേട്ടൻ മനോഭാവം ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ അങ്ങ് നേരത്തെ പറഞ്ഞത്. ആ തരത്തിൽ മുന്നണിയിലുള്ള വല്യേട്ടൻ മനോഭാവം കൊണ്ട് CPIയെ വിശ്വാസത്തിലെടുക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണോ CPM കരുതുന്നത്? അതിനുള്ള CPM നിലപാടിൽ പൂർണ്ണ മാസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CPIയുടെ വാദങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവരിപ്പോ ഞാൻ ചോദിച്ചിട്ട് നവോദയ വിദ്യാലയങ്ങൾ കേരളത്തിൽ കൂട്ടിയില്ലേ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ കേരളത്തിൽ കൂട്ടിയാലേ അങ്ങനെ അന്തരിച്ചാൽ അത് CBSE സ്കൂളുകൾ എന്നീ കൂട്ടിക്കുന്നത്. പിന്നെ 2023 വരെ നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അത് ഈ പറയുന്ന കേന്ദ്ര എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമല്ലേ. അവിടെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച്
ഇപ്പൊ കോൺഗ്രസിന് ആൾ പറയുന്നത് കേട്ടാ തോന്നുക അവര് ഒരു കാര്യവും അവരുടെ ഗവൺമെന്റുകൾ ഒന്നും നടപ്പിലാക്കില്ലെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് കാണാൻ പഠിക്കാൻ രാജസ്ഥാനിലെ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ NEP ഒപ്പിട്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒപ്പിട്ടിരിക്കുന്നത്. തെലങ്കാനയിലെ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ഒപ്പിട്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് ഒരിക്കലും ഒപ്പിടവർക്ക് എന്താ NEP നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നയം അത് പറയണ്ടേ. CPM നടപ്പിലാക്കാൻ പാടില്ല, LDF നടപ്പിലാക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ കോൺഗ്രസ് നിലപാടുണ്ടാകുന്നത് കോൺഗ്രസിനോട് ചോദിച്ചു നോക്ക്. ശരി, അത് നമുക്ക് കോൺഗ്രസിനോട് ചോദിക്കാം. ഉറപ്പായും ചോദിക്കാതെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുകയില്ല. പക്ഷേ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇപ്പോ SFIയുടെ നേതാക്കൾ ഇന്നും പറയുന്നത്, PS സഞ്ജീവ് അടക്കമുള്ള നേതാക്കൾ ഇന്നും പറയുന്നത് എന്താണ്? കേന്ദ്രം ഒളിച്ചു കടത്താൻ, PM ശ്രീയിലൂടെ കേന്ദ്രം ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന വർഗീയ വിദ്യാഭ്യാസത്തിനെതിരായി SFI പ്രതിഷേധിക്കും, ആശങ്ക സർക്കാരിനെ അറിയിക്കും. PM ശ്രീയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രതിരോധിക്കും. കേന്ദ്ര വർഗീയ അജണ്ടകളെ കുറിച്ചുള്ള ആശങ്ക സർക്കാരിനെ അറിയിക്കും. ഈ ഒളിച്ചു കടത്താൻ, അടിച്ചേൽപ്പിക്കാൻ ഒരു നയം ശ്രമിക്കുന്ന സമയത്ത് അവിടെ പോയി എന്തിനാണ് അടിച്ചോളൂ എന്ന് പറഞ്ഞ് മുതുകും കുറിച്ച് നിൽക്കുന്നത്? അല്ലെന്ന് അതിനെ ചേർത്തി പിന്നെ PM ഉഷ സ്കീം നടപ്പാക്കിയത് ഞാൻ പറയാം. അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അവര് ഡാറ്റ കളക്ഷന് വേണ്ടി ഇന്ത്യ നോളജ് സിസ്റ്റം നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എല്ലാ അറിവുകളും നേരത്തെ ഇന്ത്യക്കുണ്ട്. കേരളം നടപ്പാക്കിയോ? നമ്മൾ PM ഉഷ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും നമ്മൾ കേരള സിസ്റ്റം നോളജാണ് നടപ്പാക്കിയത്. ഡാറ്റ കളക്ഷൻ UGC നൽകിയുള്ള സമർത്ഥ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അത് ഉപയോഗിച്ചു. കേരളത്തിൽ കെയർ റീപ്പ് എന്ന് പറയുന്ന പദ്ധതിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇപ്പോ എന്താ പറഞ്ഞല്ലോ, എന്ത് കാര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് കാര്യത്തിനോട് വ്യത്യാസപ്പെട്ടത്? മതനിരപേക്ഷതയെ ചെറുക്കുന്നു, അശാസ്ത്രീയ ചിന്തകൾ രാജ്യത്തായി പ്രചരിപ്പിക്കുന്നു, ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, വളച്ചൊടിക്കുന്നു. ഈ 3 കാര്യങ്ങളും എങ്ങനെയായി പറയുന്നത് PM ഉഷ പദ്ധതി ഞാൻ നടപ്പാക്കിയത്? അവിടെ അല്ല, അതിലൊക്കെ മാറ്റം വന്നുവോ? കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിലും കരിക്കുലം തയ്യാറാക്കുന്ന കാര്യത്തിലും അടക്കമുള്ള നയത്തിലും സമീപനത്തിലും മാറ്റം വന്നോ? ബോധ്യപ്പെട്ടോ? ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവരിപ്പോ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല, ഗാന്ധി വധം പഠിപ്പിക്കാൻ പാടില്ല, NCERT പറഞ്ഞു. കേരളത്തിൽ എന്തായിരിക്കുന്നത്? കരിക്കുലത്തിനകത്ത് മാറ്റം വരുത്തിയപ്പോൾ, പാഠ്യപദ്ധതി മാറ്റം വരുത്തിയപ്പോൾ തന്നെ ഈ പാഠഭാഗങ്ങൾ പ്രത്യേക പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അല്ല മാഷെ, ആ പോസിബിലിറ്റി നമുക്ക് മുന്നിൽ നേരത്തെയും ഉണ്ടായതല്ലോ. 2022 സെപ്റ്റംബർ 7 മുതൽ ഈ കാലയളവ് വരെ 3 വർഷം. നമ്മളപ്പോ പിന്നെ ഇത് മാറ്റം വരുത്താമെന്ന കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോയിക്കൂടായിരുന്നോ? അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മാറി നിന്നത്? ഇത് നടപ്പാക്കുന്നതിനെതിരായിട്ട് ശക്തമായ നിലപാട് CPM രാജ്യാടിസ്ഥാനത്ത് സ്വീകരിക്കുന്നു, LDF കേരളത്തിൽ സ്വീകരിക്കുന്നു, ഒരുപാട് സംഘടനകൾ സ്വീകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? ഇതുവരെ ഈ പദ്ധതി മാത്രമല്ല, SSIക്ക് 1188.13 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ കൊല്ലത്തെ കൂടി കണക്കാക്കിയാൽ 1476.13 ലക്ഷം രൂപ നഷ്ടപ്പെടും. ഇവിടെ ഈ പദ്ധതിക്ക് ഒരൊറ്റ പൈസ കേന്ദ്രം നൽകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്ന കൊല്ലം മുതൽ 2006 മുതൽ ഇതിന് 3 അതിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. അതിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞത്. കോടതിയിലുള്ള സമരം നടക്കുന്നുണ്ടല്ലോ. അല്ല, ഈ കാര്യത്തിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചില്ലെങ്കിൽ SSA ഫണ്ട് അടക്കം തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ കോടതിയിൽ പോകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. കോടതിയിൽ പോകേണ്ട, SSA ഫണ്ട് കിട്ടാൻ എളുപ്പവഴി ധാരണാപത്രം ഒപ്പുവെക്കലാണ് എന്ന തീരുമാനം പിന്നീട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതാണ് പറഞ്ഞത്. കേരളത്തിലെ വിദ്യാർത്ഥി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് 4476 കോടി രൂപ നഷ്ടപ്പെടാൻ പോവാണ്. വരുന്ന 5 കൊല്ലം നമ്മൾ കോടതി പോയാൽ നഷ്ടപ്പെടില്ലല്ലോ. കോടതി പോകാനായിരുന്നില്ലേ തീരുമാനം? കോടതിയിൽ എല്ലാ കാര്യത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റ് കോടതി എന്നുള്ളവർക്ക് മാത്രം ആശ്രയിക്കാൻ കഴിയുമോ? മാത്രം കോടതിയിൽ പോയി തീരുമാനം നമ്മള് ഗവർണർക്കെതിരെയൊക്കെ കോടതി പോയവരല്ലേ? അതാണ് നിങ്ങൾക്ക് താല്പര്യം. ഇത് കേരളത്തിന് നഷ്ടപ്പെടട്ടെ എന്നുള്ളതാണെങ്കിൽ ശരി. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് എങ്ങനെ ജീവിക്കാൻ വേണ്ടി കഴിയോ? ഈ കൊല്ലം ഇത് അവസാനത്തെ കൊല്ലാണ്. ഈ കൊല്ലത്തോടു കൂടി അവസാനിക്കും ഈ പദ്ധതി. അല്ലെ, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നയം മാറിയത് കൊണ്ടാണ് എന്ന്. എന്റെ നിലപാട് ഞാൻ മാറ്റിയെന്ന നിലപാട് മാറ്റിയത് തന്നെയാണ് അല്ലെ? ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ എന്ന് അങ്ങ് ചോദിച്ചതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു നയം മാറ്റി, എന്റെ നിലപാട് മാറ്റി. NEP-യോടുള്ള നിലപാട് മാറ്റിയിട്ടില്ല. NEP-യോടുള്ള ഈ വ്യത്യസ്ത കേന്ദ്ര പദ്ധതികൾക്ക് കേന്ദ്രം നിബന്ധനകൾ വെക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, CPM യോജിപ്പില്ല. അതുപോലെ ആ നിബന്ധനകളൊക്കെ അംഗീകരിച്ചല്ലേ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക? അങ്ങനെയല്ലേ മാഷെ? നമ്മൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ നിബന്ധനകളെല്ലാം ഉൾപ്പെടുന്ന ധാരണാപത്രമല്ലേ? എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, PM ഉഷ പദ്ധതിയിൽ വരുത്തിയ മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇന്ത്യ നോളജ് സിസ്റ്റം സ്വീകരിക്കണം നമ്മൾ സ്വീകരിച്ചില്ല. സമർത്ഥ സോഫ്റ്റ്വെയർ നമ്മൾ സ്വീകരിച്ചില്ല. ഇംപ്ലിമെന്റേഴ്സ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകണം എന്നുള്ള കേന്ദ്രം ഉറച്ചു വന്നു.
അപ്പൊ അത്തരം കാര്യങ്ങളിൽ അതുപോലെ തന്നെ അവൻ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കരിക്കുലത്തെ ഭാഗങ്ങൾ പഠിപ്പിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. PMC ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ പോലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടലായ മതനിരപേക്ഷത, ജനാധിപത്യം, ശാസ്ത്രീയ ഉള്ളടക്കം ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് ഞാൻ കേരളത്തിലെ വിദ്യാഭ്യാസ ശരി, അല്ല അതേ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് പറഞ്ഞത് NEP-യുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, പക്ഷേ അത് ഭൂമി അവസാനിക്കുന്നത് വരെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതും. സാരമില്ല, ഇതേ വിദ്യാഭ്യാസ മന്ത്രിയാണ് നേരത്തെ പറഞ്ഞത് PMC-യിൽ ഒപ്പുവെക്കില്ല എന്ന്. ഇപ്പൊ ഒപ്പുവെക്കാൻ എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു. നമ്മൾ അത് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞു, നയം ഇടയ്ക്കിടയ്ക്ക് മാറ്റാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇത് നോക്കൂ, ഇപ്പോൾ ഈ സ്പെഷ്യൽ കെയർ ആവശ്യമായ കുഞ്ഞുങ്ങൾക്ക് ഓപ്പൺ സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന തരത്തിലുള്ള നിലപാട് NEP-യുടെ ഭാഗമാകുന്നു എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഡോക്ടർ ജയരാജ് അത് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ തരത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ലഭ്യമാക്കാത്ത തരത്തിലുള്ള ഒരു പോളിസിയാണ് കേന്ദ്രം ഉണ്ടാക്കുന്നത് എങ്കിൽ അതൊരു അനീതിയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. CPM തന്നെ എങ്ങനെയാണ് ഈ NEP-യെ സമീപിക്കേണ്ടതെന്ന് സംബന്ധിച്ച് അവരുടെ തന്നെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇതൊരു ഒളിച്ചുകടത്തലാണ്. ആ ഒളിച്ചുകടത്തലാണോ കേന്ദ്രം ഇതിൽ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യകതയുള്ളത് കൊണ്ടും സമഭാവനയോടുകൂടി ഇടപെടേണ്ടതായ ആവശ്യകതയുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, നിങ്ങൾക്ക് ഈ പണം വേണമെങ്കിൽ ഇതിൽ ഒപ്പുവെച്ചിട്ട് പോയാൽ മതി എന്ന നില വിദ്യാഭ്യാസത്തിലൊക്കെ സ്വീകരിക്കുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? നമുക്ക് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. എനിക്ക് മതിയായ സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കാര്യം, ശ്രീ ജയരാജ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ഊഴത്തിൽ ഈ പറയുന്ന ശാരീരിക പരിമിതികൾ നേരിടുന്ന വിദ്യാർത്ഥികൾ, കാഴ്ച പരിമിതിയുള്ളതോ കേൾവി പരിമിതി ഉള്ളതോ ആയ കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിൽ മാത്രമേ ചേർക്കാൻ സാധിക്കുള്ളൂ, സാധാരണ സ്കൂളിൻ്റെ ഭാഗമാക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന ആഭാസമാണ് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടെന്ന് പറഞ്ഞു. അത് അടിസ്ഥാനരഹിതമാണ്, അസംബന്ധമാണ്, അസത്യമാണ്. എങ്ങനെയാണ് ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇത്രയും വ്യാജം ഒരാൾക്ക് പറയാൻ സാധിക്കാമെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചാപ്റ്റർ 6 തന്നെ ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതിനെ സംബന്ധിച്ചാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ കാഴ്ച പരിമിതിയോ ശാരീരിക പരിമിതിയോ മറ്റെന്തെങ്കിലും വൈകല്യങ്ങളോ ഉള്ള കുട്ടികളെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ്റെ ഭാഗമാക്കാൻ, മറ്റെല്ലാ കുട്ടികളുടെയും ഒപ്പം ഇരുത്തി തന്നെ പഠിപ്പിക്കാനുള്ള സൗകര്യം സൃഷ്ടിക്കേണ്ടത് എന്നതിനെ പറ്റി പറയുന്നതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചാപ്റ്റർ 6 മുഴുവൻ. അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ഒന്ന്, പ്രൊമോഷൻ ഓഫ് ഇൻക്ലൂഷൻ ഇൻ റെഗുലർ സ്കൂൾസ്. ദ പോളിസി പ്രയോറിറ്റൈസസ് enabling children with disabilities to participate fully in regular schooling from foundational stages to higher education. It calls for inclusive schools where students with and without disabilities learn together with accommodations like cross disability trained educators, resource centers, assistive devices, technology-based tools and barrier-free infrastructure. പിന്നെ options for flexibility. For children with moderate to severe disabilities, NEP 2020 explicitly offers choices: regular schooling, special schooling or home-based education. This ensures no one is forced into segregate but supports tailored needs without prohibiting mainstream access. 3. Specific measures for support: hiring special educators in regular schools, curriculum changes to include human values like empathy, tolerance and respect for diversity, special educational zones in disadvantaged areas to boost enrollment and resources, alignment with the Right of Persons with Disabilities Act of 2016 which mandates non-discrimination and reasonable accommodation in mainstream education. ശരി, അപ്പോൾ ഈ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികൾക്ക് അങ്ങനെ അവകാശം നിഷേധിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന്. രണ്ടാമത്തേത്, മോദിയുടെ ചിത്രം പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം. ഈ കാര്യങ്ങളൊക്കെ CPM തന്നെയാണ് മുൻപ് പറഞ്ഞിരുന്നത്. പിന്നീട് അസത്യമാണെന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടല്ലോ? ഞാനല്ല ആരോപണം അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഞാൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ പോളിസി ഡോക്യുമെന്റിൽ നിന്നാണ് വായിച്ചത്. അതിലൊരു ചാപ്റ്റർ തന്നെ 2030 ഈ പറയുന്ന സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലാണ്ടാക്കണം. എല്ലാവരും മെയിൻ സ്ട്രീം എഡ്യൂക്കേഷന്റെ ഭാഗമാവണമെന്നാണ് NEP പറയുന്നതെങ്കിൽ അതിന് നേരെ വിരുദ്ധമായിട്ടൊരു കാര്യം ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് NEP-ക്കെതിരെയുള്ള കുറ്റമായിട്ട് ആരോപിക്കുന്നു. നോക്കൂ, ഇവിടെ NEP-ക്ക് എതിരെ ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളും അസംബന്ധമാണ്. ഇപ്പൊ ഈ 1500 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതിയിൽ ഞങ്ങൾ ചേരാൻ തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് പോലും നുണയാണ്. 1500 കോടി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പൈസയാണ്. അത് ഓരോ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ് ആണ്. മുൻ വർഷങ്ങളിൽ നിങ്ങൾ നടപ്പാക്കാതിരുന്നതിന്റെ ഫണ്ട് റെട്രിബ്യൂട്ടീവായിട്ട് തിരിച്ചു തരാൻ, അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവായിട്ട് തിരിച്ചു തരാൻ ഇതിലൊരു പ്രൊവിഷൻ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ SSAയുടെ ഫണ്ട് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നയിക്കുന്ന ആരോപണം. ഇത് നോക്കൂ, നിങ്ങൾ ഈ എന്താണ് ഈ PMCയുടെ പണം എന്നുള്ളത് മാത്രമല്ല,
അതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സംസ്ഥാന സർക്കാരിന് അല്ലാതെ അവകാശപ്പെട്ട പണം പോലും പിടിച്ചു വെക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. 100% തെറ്റായിട്ടുള്ള വാദമാണിത്. നോക്കൂ, ഇതില് ശ്രീ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ഓഗസ്റ്റ് 30 പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നുണ്ട്. അതിലവർ പറയുന്നുണ്ട്, ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് SSA മീൻസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് NEP 2020 itself and PM Shri schools are nothing but exemplary models of NEP 2020. അതായത് ഈ SSAയുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നടത്തിപ്പാണ്. ആ NEP 2020 നടപ്പിലാക്കിയത് എങ്ങനെ, അതിന്റെ ഗുണം എന്ത് എന്ന് കാണിക്കാനുള്ള മാതൃകാ വിദ്യാലയങ്ങളാണ് PM Shri. ഇതൊന്നും വേർതിരിച്ച് കാണേണ്ടതല്ല. ഇതെല്ലാം ഒരൊറ്റ ഓർഗാനിക് ലോട്ടിന്റെ ഭാഗമാണ്. ദേ ആർ വൺ ആൻഡ് ദ സെയിം. വേർതിരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ SSAയുടെ ഫണ്ട് പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഇത് PM Shriക്കായിട്ട് അലോട്ടഡ് ആയിട്ടുള്ള ഫണ്ടാണ്. അതായത് 14,500 സ്കൂളുകൾക്ക് SSA വഴി കിട്ടുന്ന ഫണ്ട് അതിന് മുൻപും കിട്ടിയിരുന്ന ഫണ്ടാണ്. നിങ്ങൾ ഇതിന് കീഴിലേക്ക് കൊണ്ടുവന്നതാണ്. SSA എന്ന് പറയുന്ന പദ്ധതി 1986 പഴയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട് ചെയ്യപ്പെടുന്ന SSA എന്ന് പറയുന്ന പോളിസി പുതിയ വിദ്യാഭ്യാസ നയം വന്നതോടുകൂടി ഇല്ലാണ്ടായി. ന്യൂ എഡ്യൂക്കേഷൻ നിങ്ങളൊരു പ്രത്യേക ഒരു പാക്കേജ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടായിട്ട് ഒരു നീക്കിയിരിപ്പ് നടത്തുന്നു. ഞങ്ങൾ ആ പദ്ധതി നടപ്പാക്കില്ല, പഴയ പദ്ധതി നിങ്ങൾ ക്ലബ് ചെയ്തു. അതായത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇനി ഞങ്ങളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ 5ന്റെ കാശ് തരില്ല എന്ന് പറയുന്ന നിലപാടാണ്. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ ഒരു പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ദീർഘമായിട്ടുള്ള കൺസൾട്ടേഷൻസിന്റെ അടിസ്ഥാനത്തിൽ 2015 മുതൽ നടത്തിയുള്ള കൺസൾട്ടേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2.5 ലക്ഷം നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് എല്ലാ ഭാഗങ്ങളെയും കേട്ടതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ഈ രാജ്യത്തെ 36 ഭരണ യൂണിറ്റുകളിൽ, സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികൾ ഉൾപ്പെടെയുള്ള ഭരണ യൂണിറ്റുകളിൽ 33 എണ്ണവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ് വിദണ്ഡവാദങ്ങൾ നടത്തിക്കൊണ്ട്, അസത്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താണ് ട്രൈലിംഗ്വൽ പോളിസിയിലൂടെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്, പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കേണ്ടി വരും തുടങ്ങിയിട്ടുള്ള വ്യാജങ്ങൾ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഗുണം കിട്ടേണ്ട ഒരു പദ്ധതി നടപ്പാക്കാണ്ടിരിക്കുകയാണ്. അവസാനം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കേണ്ടി വരും. കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് നിങ്ങൾ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവന്നപ്പോൾ അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് ഇതുമായി ക്ലബ് ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായും അതിൽ വിയോജിപ്പുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റേഷന്റെ മാനദണ്ഡങ്ങൾ 2022 ശേഷം മാറി. 2022 അങ്ങനെ മാറ്റുമ്പോൾ അതിനോട് വിയോജിപ്പുള്ള സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം? വിയോജിക്കാൻ എങ്ങനെ സാധിക്കുക? കേന്ദ്രത്തിന്റെ നയം കേന്ദ്രമല്ലേ തീരുമാനിക്കുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട സാധനമല്ലേ? കൺകറന്റ് ലിസ്റ്റിൽ 1976 മുതൽ വിദ്യാഭ്യാസം ഉൾപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതല്ല. ഈ പറയുന്ന ശ്രീമതി മാധു, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. 1976 മുതൽ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. 76 മുതൽ 42ാം ഭരണഘടനാ ഭേദഗതി രാജ്യത്ത് നടപ്പാക്കിയത് മുതൽ വിദ്യാഭ്യാസ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു സേ ഉണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ അല്ല 1986 വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് കേന്ദ്രമാണ്, സംസ്ഥാനങ്ങളല്ല. വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പ്രൊറോഗേറ്റീവ് ആണ്. എന്നാൽ അന്ന് രൂപീകരിച്ച വിദ്യാഭ്യാസ നയം അത് വളരെ പഴഞ്ചനായ, പുരാതനമായിട്ടുള്ള, പിന്തിരിപ്പനായിട്ടുള്ള, വളരെ ആർക്കൈക്ക് ആയിട്ടുള്ള, ഒബ്സലീറ്റ് ആയിട്ടുള്ള നയമാണ്. ഇന്റർനെറ്റ് ഉണ്ടാവുന്നതിന് മുമ്പ്, ഗ്ലോബലൈസേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ്, ഈ ആധുനിക ലോകം ഇങ്ങനെ ഉരുവപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം ലളിതമായിട്ടുള്ള CPM-ന് ബോധ്യപ്പെട്ടു ഈ നയം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് നടപ്പാക്കേണ്ടി വരും. ഇത് കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് പാർട്ടികൾ ഉൾപ്പെടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, കേന്ദ്ര നയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ പലതുണ്ട്. പക്ഷേ PM Shri മഹാശ്ചര്യമാണ് എന്നുള്ളത് CPM നിലപാട് സ്വീകരിച്ചാൽ ഓക്കെ, പണം എന്നുള്ളതാണ് നിലപാടെന്ന്. അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. ഞാൻ വരാം ഡോക്ടർ ജയരാജ. ഞാൻ അങ്ങയിലേക്കല്ല ഊഴപ്രകാരം വരേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ വിയോജിപ്പ് അങ്ങ് പറഞ്ഞുകൊള്ളൂ. അങ്ങയുടെ ഊഴത്തിലേക്ക് ഞാൻ തീർച്ചയായും അങ്ങയിലേക്ക് വരുന്നതാണ്. ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളല്ല അത് വന്നതെങ്കിലും അതിനു മുൻപ് രാജസ്ഥാൻ, തെലങ്കാന എല്ലാം കോൺഗ്രസിന്റെ ഭരണത്തിൽ തന്നെ ഈ കാര്യങ്ങൾ സ്വീകരിച്ച ആളുകളാണ്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് ഇതൊരു രാഷ്ട്രീയ അവസരം, നേരത്തെയാണ് എങ്കിൽ സുവർണാവസരം എന്ന നിലയ്ക്ക് നിങ്ങൾ ഇതിനെ എതിർക്കുക മാത്രമാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല മാധു. ഇപ്പം കോൺഗ്രസ് ഒപ്പിട്ടു എന്ന് കരുതി ഞങ്ങൾ ഒപ്പിടും എന്നുള്ളതാണ് അവരുടെ വാദം. അതെനിക്കറിയില്ല. 1 2 ഈ പറയുന്നതിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇതര സർക്കാരുകൾ അധികാരത്തിലിരുന്ന സമയത്താണ് ഈ ഇതിന്റെ MOU ഒപ്പിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും
അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് തെലങ്കാന BRS ഉള്ളപ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കർണാടകയിൽ BJP ഉള്ള സമയത്താണ്, ഛത്തീസ്ഗഡിൽ BJP ഉള്ള സമയത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ഒപ്പിട്ടത് കൊണ്ട് നിങ്ങൾ ഒപ്പിടും എന്നുള്ളതാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കാര്യം അല്ല, ഞാൻ അതാ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടുമെങ്കിൽ നിങ്ങൾ ഒപ്പിടും എന്നുള്ളതാണെങ്കിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് വിദണ്ഡവാദം ഉന്നയിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഇത് മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാതെ, മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം തകർന്നുന്ന പ്രധാനപ്പെട്ട വിഷയം മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയും മന്ത്രിമാരും പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഭരണഘടനാനുസൃതമായ അധികാരത്തിൽ ഒരു നിമിഷം പോലും തുടരാൻ സാധിക്കാത്ത എനിക്കതിൽ വിയോജിപ്പുണ്ട്. ഒരൊറ്റ മിനിറ്റ്, സാങ്കേതികമായി തന്നെ അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടപെടേണ്ടതുണ്ട്. അതായത് ചന്ദ്രശേഖർ റാവു അതിൽ ആ സമയത്ത് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് PMCയുടെ ഭാഗമായി തെലങ്കാന മാറുന്നത്. അത് 2023-24 കാലത്താണ്. അങ്ങ് പറഞ്ഞോളൂ. ഇനി അതല്ല വിഷയമെങ്കിൽ, അതല്ല ഇവിടെ ഉന്നയിക്കേണ്ടതെങ്കിൽ, കോൺഗ്രസിന് പറ്റുമെങ്കിൽ CPM-ന് പറ്റുമോ എന്ന കാര്യം അങ്ങേക്ക് സ്വാഭാവികമായും ഉന്നയിക്കാം. മറ്റു കാര്യങ്ങൾ അല്ല, ഞാൻ പറയുന്ന കാര്യം എന്താ, ഇതിൽ യഥാർത്ഥ രാഷ്ട്രീയം എന്താ? ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്തുള്ള കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന് മുന്നണിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ മന്ത്രിസഭ ഭരണഘടനാനുസൃതമായി ധാർമ്മികമായി എങ്ങനെയാണ് ഈ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? മന്ത്രിസഭ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചുരുങ്ങിയ വർഷം CPIയുടെ മന്ത്രിമാരെങ്കിലും രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അപ്പൊ ഇതിന്റെ പൊളിറ്റിക്സ് കാണാതെ അക്കാഡമിക് തലം ചർച്ച ചെയ്തുകൊണ്ട് CPM-നെയും പിണറായി വിജയനെയും രക്ഷിക്കാൻ പല ആളുകൾക്കും താല്പര്യം ഉണ്ടാവും. ഇതിന്റെ അക്കാഡമിക് തലമൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ചർവതർവണം ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. NEP-യുടെ എതിർപ്പ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പല ദുർബലമായിട്ടുള്ള സംസ്ഥാനങ്ങളും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങളും പണം വാങ്ങിയാണെങ്കിലും വാങ്ങിക്കോട്ടെ എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ വർഷങ്ങളായി ഇതിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നു എന്നൊക്കെ പറയുകയും പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസ്സാക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് വന്ന് ഞങ്ങൾ നിലപാട് മാറി എന്നാണ് പറഞ്ഞത്. നിലപാട് മാറി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. NEP-യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലപാട് മാറി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷവും ചാനൽ ചർച്ചയിലൊന്നും ഞങ്ങൾ നിലപാടൊന്നും മാറിയിട്ടില്ല. ഞങ്ങൾ അതിൽ പിന്നെ എന്താ പറയാ വിദ്യകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രത്യേകതയാണ് കേന്ദ്ര സർക്കാർ ഈ കരാറിൽ നടപ്പാക്കിയിട്ടുള്ളത്? അത് തുറന്നു പറയണം. അല്ലെങ്കിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട, നിങ്ങൾ ബിനോയ് വിശ്വത്തെയും CPIയുടെ മന്ത്രിമാരെയും ബോധ്യപ്പെടുത്തണ്ടേ? എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി? എന്തുകൊണ്ട് AIYF-നെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി? എന്തുകൊണ്ട് ASF-നെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി? വേണ്ട, എന്തുകൊണ്ട് SFI-യെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി? ഈ വിഷയത്തിൽ ആകെ ബോധ്യപ്പെട്ടുള്ളത് ആർക്കാ? ABVP-ക്കും BJP-ക്കും മാത്രമല്ലേ ഈ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ബോധ്യം വന്നിട്ടുള്ളൂ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, നേമത്ത് എന്തായാലും BJP തോറ്റിട്ടൊന്നുമില്ല. നേമത്ത് BJP-യുടെ MLA തന്നെയാണ് എന്നിപ്പോ മനസ്സിലായല്ലോ. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP-യാണ് എന്ന് കൃത്യമായി മനസ്സിലാവുകയാണ്. BJP-യുടെ എല്ലാ നയങ്ങളും ഇതും മാത്രമല്ലല്ലോ മാധു, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എനിക്ക് ജീവനുള്ള കാലം വരെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇപ്പൊ ആരോഗ്യമന്ത്രി എവിടെയാ? ഇപ്പൊ കേരളത്തിലുള്ള സകല PSC സെന്ററുകളെ മുന്നിലൂടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഈ വീരവാദം പറയലുണ്ടല്ലോ. അപ്പൊ മറ്റേ ഒരു സിനിമയിൽ ജഗതിയോട് പറയുന്നത് പോലെയാണ്, ചുമ്മാ അതങ്ങ് പോയി തോറ്റു കൊടുത്താൽ പോലെ ഇങ്ങനെ വീരവാദം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വർഷങ്ങളോളം വീരവാദം പറയും, സുപ്രീം കോടതി പോകും, ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, നിയമപരമായ ഫൈറ്റ് ചെയ്യും, ഞങ്ങൾ BJP-ക്ക് എതിരാണെന്നൊക്കെ പറയുകയും പിൻവാതിലൂടെ BJP-യുമായി അവിശുദ്ധമായ ബന്ധം ഉണ്ടാക്കുകയും ചെയ്യുന്നു, ഡീലുകൾ ഉണ്ടാക്കുന്നു. ആ ഡീലിന്റെ ഭാഗമാണ് PM ശ്രീ. ഇത് ശ്രീ PM ആണ്, CPM അല്ല. അതാണ് ഞങ്ങളുടെ ആരോപണം. ഇത് ശ്രീ PM ആണ്. പിന്നെ പ്രധാനമന്ത്രിയുമായി വലിയ അടുപ്പം ഉണ്ടാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി. അമിത്ഷായെ പോയി കാണുന്നു, എല്ലാ ഡീലുകളും ഉറപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമിത്ഷായെ കണ്ടപ്പോൾ ചോദിച്ചത് എന്താ? കുറച്ചുകൂടി പണം വേണം. എന്തിന്? പോലീസ് മോഡേണൈസേഷൻ. ഏത് ഫണ്ടെന്ന്? മാവോയിസ്റ്റ് വേട്ട ഫണ്ടെന്ന്. അപ്പൊ അത് കാണിക്കാൻ എന്ത് വേണം? കൂടുതൽ ശവങ്ങൾ വേണം. ഇനിയും ഇവിടെ ആളുകളെ കൊല്ലാൻ പോകുന്നു, ഭീകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു. ഇപ്പൊ സംഭവിക്കുന്ന എന്താ? മറ്റ് പല സംസ്ഥാനങ്ങളും BJP-യൊക്കെ അവസാന കാലത്ത് ചെയ്തതുപോലെ ഇപ്പൊ ചെയ്തുകൊണ്ട് ഞങ്ങൾ 6 മാസം കഴിഞ്ഞാൽ ഇതിന്റെ ബർഡൻ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കണം. ഇനി 6 മാസം കഴിഞ്ഞാൽ ഇവർ കൊടി പിടിക്കില്ല. ഇതിന്റെ പേരിൽ എന്തോ ഉറപ്പാണുള്ളത്? ഇതേ കാര്യത്തിന്റെ പേരിൽ CPM 6 മാസം കഴിഞ്ഞ് ഇവർ പ്രതിപക്ഷത്ത് പോകുമ്പോ ഇവര് കൊടി പിടിക്കില്ല എന്നുള്ളത് എന്തോ ഉറപ്പാണുള്ളത്? ഇവര് കൊടി പിടിക്കും, ഞങ്ങൾക്കെതിരായിട്ട് കൊടി പിടിക്കും. ഇവിടെ പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത, ഒരു കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. മുന്നണി തകർന്നിരിക്കുന്നു, കൂട്ടുത്തരവാദിത്തം തകർന്നിരിക്കുന്നു, മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഏതെങ്കിലും CPI-കാരൻ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ പാർട്ടിയോട് പറയാൻ തയ്യാറാവണം. ഇങ്ങനെ നാണം കെട്ട്, ഇങ്ങനെ ഗതികെട്ട് ഈ മുന്നണിയിൽ തുടരേണ്ടതുണ്ടോ? ഈ മന്ത്രിസഭയുടെ ഭാഗമാവേണ്ടതുണ്ടോ? പാർട്ടി നയങ്ങളോട്, പാർട്ടി പ്രവർത്തകരോട്, CPI മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും ബാധ്യത നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ദിവസവും ഇനി ഈ നിമിഷവും നാണം കെട്ട് മുന്നണിയിൽ തുടരുമായിരുന്നോ? ബിനോയ് വിശ്വം അടക്കമുള്ളവർ എന്തിനാണ് ഇങ്ങനെ നാണം കെടുന്നത്? ഞാൻ ഓർത്തു പോവുകയാണ്. വെളിയം ഭാർഗവനെ പോലെയും ചന്ദ്രപ്പനെ പോലെയുമുള്ള ശീർഷരായിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നപ്പോ പിണറായി വിജയന്റെ ഈ പിപ്പിടി വിദ്യയൊക്കെ നടക്കുമായിരുന്നോ? ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞാൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു എന്ത് വിയോജിപ്പ്! നിർമാല്യ സിനിമയിലെ വെളിച്ചപ്പാറിന്റെ അവസ്ഥയിലാണ് ബിനോയ് വിശ്വം.
പണത്തിന് വേണ്ടിയിട്ട് ഭാര്യയെ പ്രാപിക്കാൻ മറ്റൊരുത്തം വരുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഗതികേടിലാണ് ബിനോയ് വിശ്വം ഉള്ളത്. അതല്ലാതെ ഈ ബിനോയ് വിശ്വം വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞു പോകരുത്. ആ പ്രസ്താവന അങ്ങ് പിൻവലിക്കുന്നതായിരിക്കും നല്ലത്. വ്യക്തിപരമല്ല. നിർമാല്യം സിനിമയിലെ വെളിച്ചപ്പാടിന്റെ അവസ്ഥ എന്താ? നിർമാല്യം സിനിമയിലെ വെളിച്ചപ്പാടിന്റെ ഭാര്യയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന ഒരാൾ വന്ന് പ്രാപിക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. ഏതാണ്ട് ആ കഥാപാത്രത്തിന്റെ അവസ്ഥയാണ് സി പി ഐ എന്ന പാർട്ടിക്കുള്ളത്. CPI എന്നല്ല നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചർച്ച നടത്തുന്ന ആൾ എന്ന നിലയ്ക്ക് അതിൽ ഇടപെട്ടത്. ശരി, ഞാൻ CPI മാറ്റിയിരിക്കുന്നു. CPI അത് പിൻവലിച്ചിരിക്കുന്നു. അത് CPI നേതാക്കന്മാർക്കുള്ളത്, CPI എന്ന പാർട്ടിക്കുള്ളത്. അതാണ് ബിനോയ് വിശ്വം CPI ആണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന ഏറ്റവും നാണം കെട്ട ശ്രീ ജയരാജ്, നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് സംസാരിക്കുന്ന സമയത്ത് അങ്ങ് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങേക്ക് അത് ആവർത്തിക്കാം. മറ്റൊന്ന്, ഇന്നിപ്പോ CPIയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, പത്രവാർത്തകളല്ലാതെ അറിഞ്ഞിട്ടില്ല, എന്ത് വാഗ്ദാനമാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത് എന്ന് അറിഞ്ഞിട്ടില്ല, ഇത്തരം കാര്യങ്ങളിൽ ഇരുട്ടിലായിരുന്നു എന്നുള്ളതാണ്. ഇതറിയാനുള്ള അവകാശം CPIക്കുണ്ട് എന്നുള്ളത്. ഈ കാര്യം മന്ത്രിസഭയിൽ ചോദിച്ചിട്ട് അതിനൊരു മറുപടി പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞതും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനത്തിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ? 27-ാം തീയതി LDF ഇത് വിളിച്ചിട്ടുണ്ടല്ലോ, കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അന്നേരം അതിനകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് ശങ്കുട്ടി ദീസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞത് പച്ചക്കള്ളം പറഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അതിനകത്ത് ഞാൻ ഒന്നൊരു ക്ലാരിഫിക്കേഷൻ വരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷല്ല, മലയാളമാണ് ഞാൻ വായിക്കുന്നത്. വിദ്യാഭ്യാസ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ SCDGയെ പ്രധാനമായും ദേശീയ സംസ്ഥാന ഓപ്പൺ സ്കൂളുകളുടെ സ്ഥാപനങ്ങൾ NIOS SIOS വഴി പഠിപ്പിക്കണമെന്നാണ് NEP നിർദ്ദേശിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിനുള്ളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് പകരം അവരെ കൂടുതൽ വിവേചനത്തിനും ഡിജിറ്റൽ വിവേചനത്തിനും മാനദണ്ഡങ്ങളല്ല ഡോക്ടർ ജയരാജ്, വിധേയമാക്കും. അതൊരു പഠനമാണ്. NEPയെ കുറിച്ചുള്ള, എനിക്ക് തോന്നുന്നു CPMന്റെ തന്നെ NEPയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദീകരിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് NEPയുടെ മാർഗനിർദ്ദേശങ്ങളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്ത് ഡോക്യുമെന്റ് ആണ്? CPMന്റെ പഠനമൊന്നുമല്ല. അതെന്ത് ഡോക്യുമെന്റ് ആണ്? ഇതൊരു NEPയെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റ് തന്നെയാണ്. NEPയുടെ ഡോക്യുമെന്റ് അല്ല, മലയാളം ട്രാൻസ്ലേഷനേ ഉള്ളൂ. അത് NEPയുടെ ഡോക്യുമെന്റ് അല്ല. NEP നിർദ്ദേശിക്കുന്നത് എന്ന് സ്വാഭാവികമായും അത് ഒരാളുടെ വിശദീകരണമാണ്. അല്ല, ഡോക്യുമെന്റ് പദാനുപദം അല്ല, അതിനകത്തു നിന്നുള്ള ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. ഡോക്ടർ ജയരാജ്, അതിൽ ഇപ്പോ ഞാൻ ഇടപെടുന്നതിൽ അങ്ങ് ക്ഷമിക്കണം. ഞാൻ ഒറ്റ കാര്യം അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ഈ സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികളെ NEP ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. അതുപോലെ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പങ്കുവെച്ചതായിരിക്കാം ഒരു പക്ഷേ. ഞാൻ വായിച്ചത് അങ്ങനെയല്ല, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ ഓപ്പൺ സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന്. അവർക്ക് മെയിൻ സ്ട്രീമിംഗ് സാധ്യമല്ലെന്ന് തന്നെ പറയുന്നുണ്ട് NEPയില്. സ്കൂളുകളിൽ പഠിക്കണമെന്നാണ് പറയുന്നത്. അവരുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നത് NEPയിൽ തന്നെ പറയുന്നുണ്ട്. NEPയുടെ ഡോക്യുമെന്റ് ഞാൻ വായിച്ചതാണ്. അല്ല, അങ്ങ് NEPയുടെ ഡോക്യുമെന്റ് ആണോ ഇപ്പോൾ വായിച്ചത്? ഇപ്പൊ വായിച്ചത് അതല്ല, ഞാൻ അതിനകത്ത് നോട്ട് എടുത്ത് വെച്ചതാണ്. ഞാൻ തന്നെ എഴുതിയതാണത്. ഞാനത് വായിച്ചിട്ട് അതിനകത്ത് മനസ്സിലാക്കിയ കാര്യം എഴുതി വെച്ചതാണ്. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പിലാണ് ഞാൻ അത് എടുത്ത് എഴുതിയത്. അങ്ങ് നേരത്തെ പറഞ്ഞത് NEPയെക്കുറിച്ചുള്ള ലേഖനം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ NEPയുടെ തന്നെ ഡോക്യുമെന്റ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് വായിച്ച് നമ്മൾ എല്ലാവരും കേട്ടതാണ്. NEPയിൽ അത്തരത്തിലുള്ള ഒരു നിബന്ധനയില്ല, നിർദ്ദേശമില്ല. ഇൻക്ലൂസീവ് ആയിട്ടുള്ള പഠനം എന്നുള്ളത് തന്നെയാണ് ശുപാർശ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതും. ഈ ഡോക്യുമെന്റ്, അതായത് എന്റെ അഭിപ്രായമായി ഞാൻ പറയല്ല, ആ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. ആരൊക്കെ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ത്രൂ ഓപ്പൺ സ്കൂൾ എന്നാ പറയുന്നത്. മെയിൻ സ്ട്രീമിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് മെയിൻ സ്ട്രീമിങ്ങിനെ കുറിച്ചാണ്. ഓപ്പൺ സ്കൂൾ എന്നൊരു പരാമർശം ഉദ്ദേശിക്കുന്നത് ഓപ്പൺ സ്കൂൾ വഴി അവരെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ്. ഓപ്പൺ സ്കൂൾ വഴി NIOS വഴി പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഒറ്റ കാര്യം ശ്രീ ജയരാജ്, ഞാൻ വായിച്ചത് NEPയുടെ പോളിസി ഡോക്യുമെന്റിൽ നിന്നാണ്. അങ്ങ് എനിക്ക് മറുപടി പറയുന്നത് ഏത് ഡോക്യുമെന്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്? NEP ഉദ്ധരിച്ചുകൊണ്ടല്ല, NEPയെ പറ്റിയിട്ട് മറ്റൊരാൾ എഴുതിയിട്ടുള്ള ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ടല്ലേ? അതും വിമർശനാത്മകമായിട്ടുള്ള ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ടല്ലേ? അല്ലല്ല, ഞാനത് വായിച്ചിട്ട് ഞാൻ തന്നെ നോട്ട് എടുത്ത് വെച്ച സാധനമാണ്. ആരും എഴുതിയ ലേഖനം. ആദ്യം പറഞ്ഞത് ലേഖനമാണെന്നായിരുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറഞ്ഞത് CPIയുടെ ഡോക്യുമെന്റ് അല്ല, മറ്റൊരു ലേഖനമാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. അല്ല, CPMന്റെ ലേഖനമൊന്നും അല്ല, ഞാൻ തന്നെ നോട്ട് എടുത്ത് വെച്ചൊരു സാധനമാണ്. ശരി. കുറച്ച് നാൾ മുമ്പ്
ശരി, തർക്കമില്ല. അങ്ങ് പറയുന്നത് ഞാൻ വിട്ടുകളയുന്നു. രണ്ടാമത് പിന്നീട് ഒരു കാര്യം, പിന്നെ ഇതിനകത്ത് CPIയുടെ വിഷയം എന്ന് പറഞ്ഞാൽ CPIക്കകത്ത് ഇതിനകത്ത് സത്യസന്ധമായിട്ട് മറുപടി പറയുകയാണെങ്കിൽ CPIക്കകത്ത് ഇഷ്ടംപോലെ ഇന്റേണൽ പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ കൊല്ലം ജില്ലയിലാവട്ടെ, പത്തനംതിട്ട ജില്ലയിലാവട്ടെ. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തും, ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ വിരുദ്ധ പ്രസ്താവനകൾ നടത്തും. അതുപോലെ കണ്ടാൽ മതി എന്നുള്ളതാണ്. എപ്പോഴും CPI ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അന്ന് CK ചന്ദ്രപ്പനൊക്കെ ഉപയോഗിച്ച ആംബിഷിങ്, പൊളിറ്റിക്കൽ ആംബിഷിങ് എന്ന് ഉപയോഗിച്ച തന്ത്രം ഉണ്ടല്ലോ, ഇവന്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞേ, അതുമാതിരിയുള്ള ഒരു ശ്രദ്ധ ആകർഷിക്കാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അവർ ഉന്നയിക്കുന്നില്ല. ഈ പറഞ്ഞ കണക്കല്ല, നമ്മളൊരു വിശാലമായൊരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ ആരെയും നമ്മൾ കളയില്ല, കൂടുതൽ ആൾക്കാരെ നോക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ കൂടെ കുറെ നാൾ ഭരിച്ചവരല്ലേ, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണല്ലോ അവരെ അറിയപ്പെടുന്നത് തന്നെ. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് CPIക്കാരെ അന്നും ഇന്നും എന്നും അറിയപ്പെടുന്നത്. മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് കോൺഗ്രസ്, നാളെ മറ്റന്ന്. ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അല്ല, പൊതുവെ അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ CPIയുടെ ഒക്കെ സമ്മേളനത്തിൽ ഞാനിത് പറയേണ്ട ആളല്ല, കാരണം CPIയെ ഞാൻ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചതാണ്. അവർക്ക് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരാൻ താല്പര്യവുമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പറയേണ്ട ആളല്ല. എന്നാലും ഞാൻ പറയുകയാണ്, CPIയുടെ ഒക്കെ സമ്മേളനങ്ങളിൽ CPM-നെതിരെ നടത്തുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് അതിനേക്കാൾ കടുത്ത ഭാഷയിലുള്ളതാണ്. അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് 27-ാം തീയതി പരിഹരിക്കുമെന്നാണ് അങ്ങ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ഈ മുന്നണി ഒന്നും ഇല്ല, അല്ലെങ്കിൽ മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട വേദിയില്ല എന്നുള്ളതാണ് CPM മുന്നോട്ട് വെക്കുന്ന ആക്ഷേപവും അവരുടെ പരാതിയും എന്ന് പറയുന്നത്. പറയേണ്ട ആൾ ഞാനല്ല, പക്ഷേ CPI ഈ വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്നുള്ളത് കൊണ്ട്, ഏകപക്ഷീയമായി ആക്രമിക്കപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും PM ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസ മന്ത്രി ദീർഘമായ വാർത്താ സമ്മേളനത്തിന് ശേഷം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഒപ്പുവെക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എന്നുള്ളത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യുന്ന ഒരു പ്രവണത വീണ്ടും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അത് അങ്ങനെ ആ പ്രതീതി ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നത് മാത്രം മനസ്സിലാകാതെ പോകുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.